എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന ലെക്ചർ ഇൻ റൂറൽ എഞ്ചിനീയർ എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ്. സൊല്യൂഷൻ ഓഫ് എക്സ് വൈ ഡാഷ് ഇൻറ്റു 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു y ഇൻറ്റു 1 മൈനസ് എക്സ് ഈസ്. അപ്പോൾ ഒരു ഈക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx ആണ്. എക്സ് ഇൻറ്റു വൈ ഡാഷ് ഇൻറ്റു 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു y ഇൻറ്റു 1 മൈനസ് എക്സ്. നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എക്സ് ഇൻറ്റു വൈ ഡാഷ് ഇൻറ്റു 2y മൈനസ് 1 ഇസ് ഈക്വൽ ടു y ഇൻറ്റു 1 മൈനസ് എക്സ്. നമ്മൾ അതിനെ y ടേം എക്സ് ടേം സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 2y മൈനസ് 1 ഡിവൈഡഡ് ബൈ y ഇൻറ്റു വൈ ഡാഷ് എന്ന് പറയുന്നത് dy/dx ആണല്ലേ. സോ dy അവിടെ തന്നെ ഇടുക. ഇൻറ്റു അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ്. എക്സിൻ്റെ ടേം ഒരു സ്ഥലത്തും വൈൻ്റെ ടേം ഒരു സ്ഥലത്തുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? 2y മൈനസ് 1 ഡിവൈഡ് ബൈ y, അതിനെ വൈനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2y/y എന്ന് പറയുന്നത് 2y. സോ അത് 2dy ആയി. അടുത്ത ടേം മൈനസ് 1 ഡിവൈഡ് ബൈ y ഇൻറ്റു dy എന്നായി. ഇനി 1 മൈനസ് എക്സ് ബൈ എക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/x dx മൈനസ് dx എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 2dy. 2 ഒരു കോൺസ്റ്റൻ്റ് പുറത്തേക്ക് വരും. ഇൻ്റഗ്രൽ dy എന്ന് പറയുന്നത് എന്താ? y എന്നാണ്. ഓക്കെ. മൈനസ് ഇൻ്റഗ്രേഷൻ ഓഫ് 1/y dy. ഇൻ്റഗ്രൽ 1/y എന്ന് പറയുന്നത് ലോഗ് y ആണ്. ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് 1/x എന്ന് പറയുന്നത്. ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x കിട്ടും. സോ 1/xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് എക്സ് കിട്ടും. സോ അതുപോലെ 1/yനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് y കിട്ടും. അടുത്തത് 1/x dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് എക്സ് എന്ന് കിട്ടും. മൈനസ് ഇൻ്റഗ്രൽ dx. ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ എന്താ കിട്ടുക? 2y മൈനസ് ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് മൈനസ് എക്സ് പ്ലസ് സി. ഇനി ലോഗിലെ ടേമുകൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ എന്താ വരിക? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് സി എന്ന് വരും. ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് പറയുന്നത് എന്താ? ലോഗ് ഓഫ് എക്സ് വൈ ആണ്. ലോഗ് ഓഫ് എക്സ് വൈനെയാണ് ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ എന്ന് പറയുന്നത്. ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി എന്നാണ്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സോ ലോഗ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2y പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ സൊല്യൂഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ടേമുകളും വൈ ടേമുകളും ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പവർ കൺസ്യൂംഡ് ബൈ ആൻ AC സീരീസ് സർക്യൂട്ട് ഈസ് മാക്സിമം വെൻ ഇറ്റ്സ് പവർ ഫാക്ടർ ഈസ്. ഒരു AC സർക്യൂട്ടിൻ്റെ പവർ കൺസ്യൂം ചെയ്യുന്നത് മാക്സിമം ആവുന്നത് പവർ ഫാക്ടർ എത്ര ആവുമ്പോഴാണ്? പവർ ഫാക്ടർ 1 ആവുമ്പോഴാണ് ഒരു AC സീരീസ് സർക്യൂട്ടിൽ മാക്സിമം പവർ കൺസ്യൂം ചെയ്യുന്നത്. പവർ ഫാക്ടർ 1 ആവുന്ന കേസിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്റ്റീവ് മെഷർ ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് വൈൽ ടച്ചിങ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസ് തൊടുന്ന സമയത്ത് ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാനുള്ള പ്രൊട്ടക്റ്റീവ് മെഷർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സ്വിച്ച്, ഫ്യൂസ്, ലൈറ്റിംഗ് അറസ്റ്റർ, എർത്തിങ്. എന്താ ചെയ്തിരിക്കുന്നത്? പ്രൊട്ടക്ഷന് വേണ്ടി എർത്തിങ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ വീടുകളിലെല്ലാം ചെയ്തിട്ടുണ്ട് എർത്തിങ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് അപ്പാരൻറ്റ് പവർ? അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ്? വാട്ട് അവർ, വാട്ട് സെക്കൻഡ്, വോൾട്ട് അവർ, വോൾട്ട് ആംപിയർ, വാട്ട്സ്. അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് ആംപിയർ എന്ന് പറയുന്നതാണ് അപ്പാരൻറ്റ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? ദ CFL ബൾബ് ഈസ് ആൻ ഇൻകാൻഡസെൻറ്റ് വൺ. അത് തെറ്റാണല്ലേ. LED ബൾബ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ദാൻ CFL ബൾബ്സ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് ലൈഫ്. ഇത് കറക്റ്റാണ്. LED ബൾബ് CFL ബൾബിനേക്കാൾ മോർ എഫിഷ്യൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് ലൈഫ് എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. LED ബൾബ്സ് ആർ ചീപ്പർ ദാൻ CFL ബൾബ്സ്. അത് തെറ്റാണ്. LED-ക്കാണ് പൈസ കൂടുതൽ. ഓക്കെ. CFL ബൾബ് റിമെയിൻ കൂൾ വെൻ ഓപ്പറേറ്റഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിലാകെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? LED ബൾബ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ദാൻ CFL ബൾബ്സ് ഇൻ ടേംസ് ഓഫ് പവർ ആൻഡ് ലൈഫ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോമെക്കാനിക്കൽ റിലേ? ഇലക്ട്രോമെക്കാനിക്കൽ റിലേയുടെ കൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സ്പ്രിങ്, പിവറ്റ്, ആർമേച്ചർ, ട്രാൻസ്ഫോമർ. ഇതിൽ ഇലക്ട്രോമെക്കാനിക്കൽ റിലേയുടെ കൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ഡി, ട്രാൻസ്ഫോമർ ആണ് ഇലക്ട്രോമെക്കാനിക്കൽ റിലേയുടെ കൺസ്റ്റിറ്റ്യൂവൻ്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ 8051 മൈക്രോ കൺട്രോളർ
ഹാസ് എ ഡാറ്റ മെമ്മറി ഓഫ് 8051 മൈക്രോകൺട്രോളറിൻ്റെ ഡാറ്റ മെമ്മറി എത്രയാണ്? 128 ബൈറ്റ് റാം, 128 ബൈറ്റ് റോം, 128 കിലോ ബൈറ്റ് റാം, 128 കിലോ ബൈറ്റ് റോം. 8051 മൈക്രോകൺട്രോളറിൻ്റെ ഡാറ്റ മെമ്മറി എന്ന് പറയുന്നത് 128 ബൈറ്റ് റാം ആണ്. ഓർത്ത് വയ്ക്കുക, 8051 മൈക്രോകൺട്രോളറിൻ്റെ മെമ്മറി, ഡാറ്റ മെമ്മറി എന്ന് പറയുന്നത് 128 ബൈറ്റ് റാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോഡുലേഷൻ യൂസ്ഡ് ഇൻ GSM. GSMൽ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ ഏതാണ്? GMSK, ഗോസിയൻ മിനിമം ഷിഫ്റ്റ് കീയിങ്, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്, ക്വാട്ടേണറി ഫേസ് ഷിഫ്റ്റ് കീയിങ്. ഇതിലേതാണ് GSMൽ ഉപയോഗിക്കുന്ന മോഡുലേഷൻ? ഗോസിയൻ മിനിമം ഷിഫ്റ്റ് കീയിങ്, GMSK, ഗോസിയൻ മിനിമം ഷിഫ്റ്റ് കീയിങ് ആണ് GSMൽ ഉപയോഗിക്കുന്ന മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇ വേസ്റ്റ് കമ്പോണന്റ് പോസസ് എ ഹെൽത്ത് ഹസാർഡ്? താഴെ തന്നിരിക്കുക ഏതാണ് ഇതിൽ ഹെൽത്ത് ഹസാർഡ് ആയിട്ടുള്ള ഇ വേസ്റ്റ് കമ്പോണന്റ്? ലെഡ്, മെർക്കുറി, കാഡ്മിയം. മൂന്നെണ്ണം ഹെൽത്ത് ഹസാർഡിന് കാരണമാകുന്ന കമ്പോണന്റുകളാണല്ലേ, ലെഡ്, മെർക്കുറി, കാഡ്മിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻ എ 4-stroke engine the cooling and lubrication requirement is less than 2-stroke engine. ശരിയാണല്ലേ, 4-stroke engine ലൂബ്രിക്കേഷനും കൂളിംഗും ഒക്കെ 2-strokeനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എ ലൈറ്റർ ഫ്ലൈ വീൽ ഈസ് നീഡഡ് ഫോർ 4-stroke engine ദാൻ 2-stroke engine. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ 2-stroke engine വോളിമെട്രിക് എഫിഷ്യൻസി ഈസ് മോർ ഡ്യൂ ടു ഗ്രേറ്റർ ടൈം ഓഫ് ഇൻഡക്ഷൻ. അത് തെറ്റാണ്. In 4-stroke engines, each revolution of the crankshaft 4 power strokes are obtained. അത് തെറ്റാണ്. അപ്പോൾ എ എന്നുള്ള ഓപ്ഷനാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. 4-stroke എഞ്ചിന് കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ റിക്വയർമെന്റ് 2-stroke എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ക്ലച്ച്. ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സപ്പോർട്ട് എ മൂവിങ് എലമെന്റ് ആൻഡ് ടു കൺഫൈൻ ഇറ്റ്സ് മോഷൻ. അതല്ല, ട്രാൻസ്മിറ്റ് പവർ ഫ്രം വൺ ഷാഫ്റ്റ് ടു അതർ ഓവർ കൺസിഡറബിൾ ഡിസ്റ്റൻസ്. അത് തെറ്റാണ്. അതല്ല. പിന്നെ അടുത്തത് മെഷർ ഫോഴ്സസ് ആൻഡ് എനർജി. അതല്ല. ലാസ്റ്റ് വൺ, കൺട്രോൾ ഫ്ലോ ഓഫ് മെക്കാനിക്കൽ പവർ വിത്തിൻ എ മെഷീൻ. ഓക്കെ, ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എന്താ? കൺട്രോൾ ഫ്ലോ ഓഫ് മെക്കാനിക്കൽ പവർ വിത്തിൻ എ മെഷീൻ. മെഷീനിലെ മെക്കാനിക്കൽ പവർ കൺട്രോൾ ചെയ്യുന്നതാണ് ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ തെർമൽ പവർ പ്ലാന്റ് ദ ഫീഡ് വാട്ടർ ഈസ് പ്രീ ഹീറ്റഡ് ഇൻ. തെർമൽ പവർ പ്ലാന്റിൽ ഫീഡ് വാട്ടർ എങ്ങനെയാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്? എയർ പ്രീ ഹീറ്റർ, എക്കണോമൈസർ, കണ്ടൻസർ, ബോയിലർ. ഫീഡ് വാട്ടർ പ്രീ ഹീറ്റ് ചെയ്യുന്നത് എക്കണോമൈസർ ഉപയോഗിച്ചിട്ടാണ്. തെർമൽ പവർ പ്ലാന്റിൽ ഫീഡ് വാട്ടർ പ്രീ ഹീറ്റ് ചെയ്യുന്നത് എക്കണോമൈസർ യൂസ് ചെയ്തിട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ദ ലെവൽ ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ എ റിസർവോയർ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ റിസർവോയർ സ്റ്റോർ ചെയ്ത ലെവൽ ഓഫ് വാട്ടറിന് പറയുന്ന പേരെന്താ? ഹൈഡ്രോളിക് ഹെഡ്, ടെയിൽ വാട്ടർ ലെവൽ, ഹെഡ് റേസ്, സ്പിൽവേ ലെവൽ. ഇതിന് പറയുന്ന പേര് ഹെഡ് റേസ് എന്നാണ് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലെവലിന് പറയുന്ന പേരാണ് ഹെഡ് റേസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലർ ഇഫ്. ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് സിംഗുലർ എന്ന് പറയുന്നത് ഏത് കേസിലാണ്? ഓപ്ഷൻ ബി, ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ മെട്രിക്സ് നമ്മൾ പറയുന്ന പേരാണ് സിംഗുലർ മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.